നെക്സ്റ്റ് പറയുന്നത് കോഡിംഗ് സ്റ്റൈൽസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഓക്കെ, കോഡിംഗ് സ്റ്റൈൽസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഇപ്പം നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പം, അതായത് കോഡ് എഴുതുന്ന സമയത്ത് ഒരു സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മളൊരു ലൈവ് എൻവിറോൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിലൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ കോഡ് എഴുതി ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ എന്താണ്, അത് ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ച് നമ്മളെടുത്തേക്ക് തന്നെ വരും. എന്നിട്ട് അത് കറക്റ്റ് ആക്കണമെന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ജാവ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിന് ഇപ്പം ക്ലാസ് നെയിം എന്ന് കൊടുക്കൂലേ, ക്ലാസ് സ്റ്റുഡൻറ്റ്, എസ് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താണ്, ക്ലാസ് സ്മോൾ ലെറ്ററിൽ സ്റ്റുഡൻറ്റ്, ക്ലാസ് നെയിം ക്ലാസ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ എഴുതി അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്കത് റിട്ടേൺ ചെയ്ത് വരും, എന്താണ്, എസ് ക്യാപിറ്റലൈസ് ചെയ്ത് തരണം എന്നുള്ളത്. മനസ്സിലായല്ലോ? അതൊക്കെ തന്നെയാണ് നമ്മളുടെ കോഡിംഗ് സ്റ്റൈൽസ് ആൻഡ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇപ്പം അല്ലെങ്കിൽ പറയും ഈഫ്, ദെൻ നമ്മൾ ഈഫ് എഴുതി കഴിഞ്ഞാൽ ദെൻ ആ ഒരു ബ്ലോക്ക് ഒരു ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് സ്പേസ് യൂസ് ചെയ്തിട്ട് വേണം ആ ബ്ലോക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എൻഡ് ചെയ്യരുത്. അതൊക്കെയാണ് കോഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, different modules specified in the design document are coded in the coding phase according to module specification. ഇപ്പോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പർച്ചേസ്, സെയിൽസ്, സ്റ്റോക്ക്, ഇതൊക്കെ ഓരോ മൊഡ്യൂൾസ് ആണ്. The main goal of coding phase is to code from the design document prepared after the design phase to the high level language and then to unit test this code. Okay, അപ്പോൾ എന്താണ്, ഓരോ മൊഡ്യൂൾസും കോഡ് ചെയ്യുക, ദെൻ അതിന് ശേഷം അതിനെ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ മൊഡ്യൂളിൻ്റെയും ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Good software development organizations want their programmers to maintain some well-defined and standard style of coding called കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എന്താ, പ്രോഗ്രാമേഴ്സ് എന്തുതന്നെയായാലും മെയിൻറ്റെയിൻ ഒരു കോഡിംഗ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, ഇങ്ങനത്തെ ഒരു കോഡിംഗ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് എന്താണ്, പല ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. They usually make their own coding standards and guidelines depending on what suits their organization best and based on the type of software they develop. Okay, അപ്പം എല്ലാ ഓർഗനൈസേഷനും അവരുടേതായ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡും ഗൈഡ് ലൈൻസും ഉണ്ടായിരിക്കും. ഓക്കെ, it is very important for programmers to maintain the coding standards, otherwise the code will be rejected during the code review. മനസ്സിലായല്ലോ? അപ്പം അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആവും കോഡിംഗ് റിവ്യൂവിൻ്റെ ടൈമിൽ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെടുത്ത് തന്നെ റിട്ടേൺ ചെയ്ത് കിട്ടും കറക്റ്റാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ, എ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഗിവ്സ് എ യൂണിഫോം അപ്പിയറൻസ് ടു ദി കോഡ് റിട്ടൺ ബൈ ഡിഫറെൻറ്റ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ ആരെ എഴുതി കഴിഞ്ഞാലും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് റീഡബിലിറ്റി ഉണ്ടായിരിക്കും, മെയിൻറ്റൈനബിലിറ്റി ഓഫ് ദി കോഡ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് കോംപ്ലക്സിറ്റി ഓൾസോ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ കോഡ് റീയൂസ് ആൻഡ് ഹെൽപ്സ് ടു ഡിറ്റക്ട് എറേഴ്സ് ഈസിലി. റീയൂസ് ചെയ്യാനും അതുപോലെ എറേഴ്സ് ഈസിലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. ഇറ്റ് പ്രൊമോട്ട്സ് സൗണ്ട് പ്രോഗ്രാമിംഗ് പ്രാക്ടീസസ് ആൻഡ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ദി പ്രോഗ്രാമർ. അപ്പം സം ഓഫ് ദി കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, ലിമിറ്റഡ് യൂസ് ഓഫ് ഗ്ലോബൽസ്. ഓക്കെ, ദീസ് റൂൾസ് ടെൽ അബൌട്ട് വിച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ ദാറ്റ് കാൻ ബി ഡിക്ലെയർഡ് ഗ്ലോബൽ ആൻഡ് ദി ഡേറ്റ ദാറ്റ് കാൺ ബി. അപ്പോൾ എന്താണ്, ഗ്ലോബൽ വേരിയബിൾസ്. ഓക്കെ, അത് ലിമിറ്റഡ് യൂസ് ഓഫ് ഗ്ലോബൽസ്. അപ്പോൾ ഏതൊക്കെ നമുക്ക് ഗ്ലോബലാക്കി ഡിക്ലെയർ ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ വേണ്ട, അതിനനുസരിച്ചിട്ട് അത് പ്രോഗ്രാം എഴുതുക. ഓക്കെ, എല്ലാം ഗ്ലോബലാക്കി കൊടുക്കാതെ ആവശ്യമുള്ളത് മാത്രം ഗ്ലോബലാക്കി സെറ്റ് ചെയ്യുക, ബാക്കിയൊക്കെ ലോക്കൽ വേരിയബിൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹെഡേഴ്സ് ഫോർ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. ഓക്കെ, ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം നമ്മൾ എന്താണ്, നമ്മൾ ആ ഒരു ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കോഡ്, ദി ഹെഡർ ഓഫ് ഡിഫറെൻറ്റ് മൊഡ്യൂൾ ഷുഡ് ഫോളോ സം സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. ദി ഹെഡർ ഫോർമാറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എന്തൊക്കെയാണ്, നെയിം ഓഫ് ദി മൊഡ്യൂൾ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ്.
ഓക്കെ, അപ്പം നമ്മൾ അതിനൊരു ഹെഡർ, ഓക്കെ, ഒരു ഹെഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, അതിൽ എന്താണ് ഈ മൊഡ്യൂൾ, നെയിം എന്താണ്, എന്ന ഡേറ്റിലാണിത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഡേറ്റ് ഓഫ് മൊഡ്യൂൾ ക്രിയേഷൻ, ആരാണ് ഈ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തത്, ഓതർ ഓഫ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടോ, അതാണ് മോഡിഫിക്കേഷൻ ഹിസ്റ്ററി. സിനോപ്സിസ് ഓഫ് മൊഡ്യൂൾ അബൌട്ട് വാട്ട് ദി മൊഡ്യൂൾ ഡസ്, എന്താണ് ഈ മൊഡ്യൂളിൽ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഫങ്ഷൻ സപ്പോർട്ടഡ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്, അതിൻ്റെ ഇൻപുട്ട് പാരാമീറ്ററും ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സും എന്തൊക്കെയാണ്. ഇതിൽ ഗ്ലോബൽ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് മോഡിഫൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ്, കോൺസ്റ്റൻറ്റ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പം നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ ജാവയിൽ കോഡ് എഴുതുമ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ക്ലാസ് നെയിം സ്റ്റുഡൻറ്റ് എസ് ക്യാപിറ്റൽ എഴുതുക. ഓക്കെ, ദെൻ പിന്നെന്താണ് ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ്, കോൺസ്റ്റൻസ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ വോയിഡ് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലോക്കൽ വേരിയബിൾസ് നമ്മൾ കൊടുക്കുമ്പം എന്താണ് റോൾ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിൾസ് കൊടുക്കുന്ന സമയത്ത് എന്താണ് റോൾ നമ്പർ, 6 സ്മോൾ. ഓക്കെ, റോൾ നമ്പർ 2 വേർഡ്സ് ഉള്ളതാണെങ്കിൽ സ്റ്റാർട്ടിങ് 6 സ്മോളും ദെൻ ക്യാപിറ്റൽ എൻ, സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൻ ക്യാപ്സും ആയിട്ട് കൊടുക്കും. ഓക്കെ, മനസ്സിലായല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഫുള്ളി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കാം, വെറുതെ ഇൻറ്റ് ആർ എന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കരുത്. ഓക്കെ, അങ്ങനത്തെ കാര്യം. അതുപോലെ ഫങ്ഷൻ എഴുതുമ്പം എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സം ഓഫ് ദി നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ വേരിയബിൾ നെയിം ഹെൽപ്സ് എനി വൺ ടു അണ്ടർസ്റ്റാൻഡ് ദി റീസൺ ഓഫ് യൂസിങ് ഇറ്റ്. ലോക്കൽ വേരിയബിൾ ഷുഡ് ബി നെയിംഡ് യൂസിങ് ക്യാമൽ കേസ് ലെറ്റേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റർ. വേറാസ് അതായത് സ്റ്റാർട്ടിങ് ഇപ്പം ലോക്കൽ ഡേറ്റ, ഇപ്പോൾ എൽ എന്ന് പറയുന്നത് സ്മോൾ, ക്യാപിറ്റൽ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. വേറാസ് ഗ്ലോബൽ വേരിയബിൾ നെയിംസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ലെറ്റർ ജി ക്യാപിറ്റലാണ്, സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് നെയിംസ് പറഞ്ഞാൽ ഫുള്ളി ക്യാപിറ്റലാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ദി യൂസ് ഓഫ് ഡിജിറ്റ്സ് ഇൻ വേരിയബിൾ നെയിം, ഡിജിറ്റ്സ് ഒഴിവാക്കുക. ദി നെയിം ഓഫ് ഫംഗ്ഷൻ ഷുഡ് ബി റിട്ടൺ ഇൻ ക്യാമൽ കേസ് സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ഫംഗ്ഷൻസ് എഴുതുമ്പോഴും ഇതേപോലെ തന്നെയാണ്, നമ്മൾ ലോക്കൽ ഡേറ്റ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, the name of the function must describe the reason of using the function clearly and briefly. ഓക്കെ, എന്തിനാണ് ഫംഗ്ഷൻ ഉള്ളത് എന്ന് കറക്റ്റായിട്ട് അറിയണം. ഇനി അടുത്തത് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ആണ്. അപ്പോൾ ഈഫ് നമ്മളൊരു ഫംഗ്ഷൻ ഒരു കണ്ടീഷൻ കൊടുത്തു, ദെൻ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്പൺ ബ്രേസ്, അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ഇൻഡൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്രീസ് ദി റീഡബിലിറ്റി ഓഫ് ദി കോഡ്. ഫോർ മേക്കിംഗ് ദി കോഡ് റീഡബിൾ, പ്രോഗ്രാമേഴ്സ് ഷുഡ് യൂസ് വൈഡ് സ്പേസസ് പ്രോപ്പർലി. സം ഓഫ് ദി സ്പേസിംഗ് കൺവെൻഷൻസ് ആർ ഗിവൻ ബിലോ. There must be space after giving comma between 2 function arguments. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതുകയാണ് void add, ദെൻ നമ്മൾ പാസ് ചെയ്യുമ്പം ഇൻറ്റ് എ കോമ, അടുത്തത് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഇൻറ്റ് ബി. മനസ്സിലായല്ലോ, അതാണ് പറയുന്നത്. ഈച്ച് നെസ്റ്റഡ് ബ്ലോക്ക് ഷുഡ് ബി പ്രോപ്പർലി ഇൻഡൻറ്റഡ് ആൻഡ് സ്പേസ്ഡ്. ഞാൻ ഇപ്പം പറഞ്ഞു. Proper indentation should be there at the beginning and at the end of each block in the program. Okay, all braces should start from new line and the code following the end of braces also start from new line. Okay, അതായത് ഇവിടെ ഇങ്ങനെ അതാണ്. അല്ലാതെ ഈഫ് കണ്ടീഷൻ കൊടുത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂ ലൈനിൽ തന്നെ ബ്ലോക്ക് കൊടുക്കണം. Error return values and exception handling conventions. All functions that encountering an error condition should either return a 0 or 1 for simplifying the debugging. Okay.
On the other hand, coding guidelines give some general suggestions regarding the coding style that be followed for better for understandability and readability of the code. Some of the coding guidelines എന്തൊക്കെയാണ്? Avoid using coding style that is too difficult to understand. അങ്ങനത്തെ കോഡിംഗ് സ്റ്റൈൽസ് എന്താണ്, കോംപ്ലക്സിറ്റി കൂടിയത് അങ്ങനത്തെ സ്റ്റൈൽസ് അവോയ്ഡ് ചെയ്യുക. കോഡ് ഷുഡ് ബി ഈസിലി, കോഡ് ശരിക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദി കോംപ്ലക്സ് കോഡ് മേക്സ് മെയിൻ്റനൻസ് ആൻഡ് ഡീബഗിങ് ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ്. ഓക്കെ, കോംപ്ലക്സ് കോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസും അതുപോലെ കുറേ ടൈമും ഒക്കെ എടുക്കും. അപ്പോൾ അത് ടൈം കൂടുതൽ എടുക്കുമ്പോൾ അത് എക്സ്പെൻസീവാണ്. ഓക്കെ, ഒരേ ഐഡൻറ്റിഫയർ തന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഈച്ച് വേരിയബിൾ ഷുഡ് ബി ഗിവൺ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ നെയിം ഇൻഡിക്കേറ്റിംഗ് ദി റീസൺ ബിഹൈൻഡ് യൂസിങ് ഇറ്റ്. ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇഫ് ആൻ ഐഡൻറ്റിഫയർ ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസ് ആൻഡ് ദസ് ഇറ്റ് ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ ടു ദി റീഡർ. ഓക്കെ, ദെൻ കോഡ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ്. എല്ലാ കോഡും മാക്സിമം കമൻറ്റ് ചെയ്തിട്ട് ഇത് എന്തിനാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ദി കോഡ് ഷുഡ് ബി പ്രോപ്പർലി കമൻറ്റഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഈസിലി. കമൻറ്റ്സ് റിഗാർഡിംഗ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കോഡ്. അതുപോലെ ലെങ്ത് ഓഫ് ഫങ്ഷൻ ഷുഡ് നോട്ട് ബി വെരി ലാർജ്. ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് വല്ലാതെ ലാർജ് ആവും പോകുന്നത്. ലൈക്ക് ദി ഫങ്ഷൻസ് ആർ വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് വൈ ഫങ്ഷൻ ഷുഡ് ബി സ്മോൾ ഇനഫ് ടു ക്യാരി ഔട്ട് സ്മോൾ വർക്ക് ആൻഡ് ലെങ്തി ഫങ്ഷൻ ഷുഡ് ബി ബ്രോക്കൺ ഇൻ ടു സ്മോൾ വൺസ് ഫോർ കംപ്ലീറ്റിംഗ് ദി സ്മോൾ ഓക്കെ. Try not to use go to statement. Okay, go to statement maximum avoid ചെയ്യാം. Okay, jumping go to statement make അത് ഒരു അൺസ്ട്രക്ചേർഡ് ആക്കും. Okay, go to statement makes the program unstructured, that it reduces the understandability of the program and also debugging become what? Difficult. Line length. It is considered a good practice to keep length of source code lines at or below 80 characters. Okay, lines longer than this may not be visible properly or some terminals and tools. Some printers will truncate lines longer than 80 columns. Okay, അപ്പോൾ നമ്മളൊരു ലൈൻ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് 80 ക്യാരക്ടേഴ്സ്, ഒരു ലൈനിൽ മാക്സിമം 80 ക്യാരക്ടേഴ്സ് മാത്രം കൊള്ളിക്കാം. അപ്പോൾ അതുപോലെ തന്നെ സ്പേസിങ്, ദി അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സ്പേസ് വിത്തിൻ എ ലൈൻ ഓഫ് കോഡ് ക്യാൻ ഇംപ്രൂവ് റീഡബിലിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കണ്ടോ ബാഡ് കോഡിങ്, ഇപ്പോൾ കോസ്റ്റ് ഈക്വൽ ടു അങ്ങനെ ഒരുമിച്ച് എഴുതുമ്പം ഒരു കാണുമ്പോഴും ഒരു കൺഫ്യൂഷനൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ എഴുതുന്ന സമയത്ത് കോസ്റ്റ് കഴിഞ്ഞൊരു സ്പേസ് ഇട്ട് ദെൻ ഈക്വൽ ടു സ്പേസ് അങ്ങനെ വരുമ്പം അത് റീഡബിലിറ്റി കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇൻലൈൻ കമൻറ്റ്സ് പ്രൊമോട്ട് റീഡബിലിറ്റി. ഓക്കെ, എന്തിനാണ് എന്നുള്ളത് നമ്മൾ പറയാം. അടുത്തത് എറർ മെസ്സേജ്. എറർ ഹാൻഡ്ലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ദിസ് ഡസ് നോട്ട് ഓൺലി ഇൻക്ലൂഡ് ആഡിംഗ് നെസസറി ലോജിക് ടു ടെസ്റ്റ് ഫോർ ഹാൻഡിൽ എറേഴ്സ് ബട്ട് ഓൾസോ ഇൻവോക്സ് മേക്കിംഗ് എറർ മെസ്സേജ് മീനിങ് ഫുൾ. അടുത്തത് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോഡിംഗ് ഗൈഡ്ലൈൻസ്. കോഡിംഗ് ഗൈഡ്ലൈൻസ് ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് റെഡ്യൂസസ് ഡെവലപ്മെൻറ്റ് ടൈം. Okay, then coding guidelines help in detecting errors early phases, so it helps to reduce extra cost incurred by software project. അപ്പോൾ ഇങ്ങനത്തെ ഗൈഡ്ലൈൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എറേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. if coding guidelines are maintained properly, then software code increases readability. Okay, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് readability, understandability. Thus it reduces the complexity of the code. It reduces hidden costs for developing the software. Okay, ഇത്രയാണ് കോഡിംഗ് സ്റ്റൈൽസ് ആൻഡ് ഗൈഡ്ലൈൻസിൽ പറയുന്നത്.